നമസ്കാരം. നെഹ്റു കുടുംബത്തെ വിമർശിച്ച ശശി തരൂരിനെ വിമർശിച്ച് മുൻ KPCC അധ്യക്ഷൻ MM ഹസൻ. തരൂർ കോൺഗ്രസിൽ നിന്ന് സ്വയം ഇറങ്ങിപ്പോകണമെന്ന് ഹസൻ പറഞ്ഞു. തരൂർ MP ആയത് നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിലാണ്. സമൂഹത്തിന് വേണ്ടി വിയർപ്പ് പൊഴിക്കാത്ത ആളാണ് തരൂരെന്നും MM ഹസൻ വിമർശിച്ചു. തരൂരിന്റെ ലേഖനത്തിൽ നെഹ്റു കുടുംബത്തിനെതിരെ പരാമർശമുണ്ടായി. അധികാരം ജന്മാവകാശമായി കരുതുന്നവരെന്ന് നെഹ്റു കുടുംബത്തെ ചിത്രീകരിച്ചത് അംഗീകരിക്കാൻ കഴിയില്ല. തരൂർ തലമറന്ന് എണ്ണതയ്ക്കുകയാണ്. തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിന്ന് സ്വയം ഒഴിവാകണം. കോൺഗ്രസിനെ വിമർശിക്കാൻ BJPക്ക് ആയുധം നൽകുന്നവർക്ക് ഇവിടെ സ്ഥാനമില്ലെന്നും ഹസൻ പറഞ്ഞു. അതേസമയം നെഹ്റുവിയൻ ആശയങ്ങൾ ജീവിതത്തിലും രാഷ്ട്രീയത്തിലും പകർത്തിയ വ്യക്തിയാണ് G. എന്നും MM ഹസൻ പറഞ്ഞു. അഴിമതി നടന്നിരുന്ന വകുപ്പിന്റെ മന്ത്രിയായി. പക്ഷേ നല്ല പ്രവർത്തനം കാരണം G. സുധാകരനെതിരെ ഒരു ആരോപണവും ഉണ്ടായില്ല. പാർട്ടിക്കുള്ളിലെ അപജയം ഇപ്പോൾ സുധാകരൻ ചോദ്യം ചെയ്യുന്നു. അത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണെന്നും ഹസൻ പറഞ്ഞു. അതിനിടെ BJPയുടെ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടെ കോൺഗ്രസ് കൂടുതൽ ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടിയായി മാറിയെന്നായിരുന്നു തരൂരിന്റെ വിമർശനം. ഹൈദരാബാദിൽ ജ്യോതി കോമിരെഡ്ഡി സ്മാരക പ്രഭാഷണത്തിൽ റാഡിക്കൽ സെൻട്രിസം മൈ വിഷൻ ഫോർ ഇന്ത്യ എന്ന വിഷയത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു തരൂരിന്റെ പരാമർശം. വിശ്വാസങ്ങളെയും പ്രത്യയശാസ്ത്രത്തെയും കുറിച്ചാണെന്നും അവിടെ ചില വിടവുകൾ നിർത്തേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. BJPയുടെ രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസും ഇടതു പാർട്ടികളും ഒന്നിക്കുന്നത് റാഡിക്കൽ സെൻട്രിസത്തിന്റെ പ്രായോഗിക രൂപമാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകവെയാണ് തരൂർ ഇക്കാര്യം പറഞ്ഞത്. 1990കളിൽ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രാബല്യത്തിൽ വരുത്തിയ ചില നയങ്ങൾ ഓർമ്മിപ്പിച്ച തരൂർ ഇവ പിന്നീട് അധികാരത്തിൽ വന്ന BJPയും പിന്തുടർന്നിരുന്നുവെന്ന് കൂട്ടിച്ചേർത്തു. 1991നും 2009നും ഇടയിൽ കോൺഗ്രസിൽ കേന്ദ്രീകൃത ഘട്ടമുണ്ടായിരുന്നു. അതിനുശേഷം അത് മാറാൻ തുടങ്ങി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പ്രത്യയശാസ്ത്രപരമായോ അല്ലാതെയോ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഇടതുപക്ഷ സ്വഭാവം പ്രകടിപ്പിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് സാഹചര്യങ്ങളിൽ വലിയ വ്യത്യാസമുണ്ടാകാത്ത പക്ഷം താൻ മത്സരിക്കുന്നതിനുള്ള സാധ്യത ഇല്ലെന്നും തരൂർ പറഞ്ഞു. മത്സരിക്കാൻ സാധ്യമായ ഒരു നടപടിക്രമവും സംവിധാനവും കോൺഗ്രസിനുണ്ടായിരുന്നു എന്നതിൽ തനിക്കിപ്പോഴും സന്തോഷമുണ്ടെന്ന് തരൂർ പറഞ്ഞു. കോൺഗ്രസിൽ മാത്രമല്ല രാജ്യത്തെ എല്ലാ പാർട്ടിയിലും പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലെ കോൺഗ്രസിനെ അപേക്ഷിച്ച് നിലവിലെ പാർട്ടി കൂടുതൽ ഇടതുപക്ഷത്തേക്ക് മാറിയെന്നും തരൂർ പറഞ്ഞു. അന്ന് പാർട്ടി കൂടുതൽ കേന്ദ്രീകൃതമായ സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല തൊട്ടുമുമ്പ് അധികാരത്തിലിരുന്ന BJP സർക്കാരിന്റെ ചില നയങ്ങൾ UPA സർക്കാർ കടം കൊണ്ടിരുന്നതായി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലെ പാർട്ടിയെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന്റെ സമീപനം കൂടുതൽ ബോധപൂർവം കേന്ദ്രീകൃതമായിരുന്നുവെന്ന് വാദിക്കാം. അത് മുൻ BJP സർക്കാരിന്റെ ചില നയങ്ങളിൽ നിന്ന് കടം കൊണ്ടിരുന്നുവെന്നും തരൂർ പറഞ്ഞിരുന്നു.